അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴി ഇവിടെ നല്ലൊരു വ്യാഴാഴ്ചകളിൽ ഇങ്ങനെ ചന്ത ഉണ്ടാകും കേട്ടോ. അപ്പോൾ അവിടെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ സൗണ്ട് ആരും മൈൻഡ് ചെയ്യേണ്ട, ചെറുതായിട്ട് ജലദോഷം പിടിച്ച് അതിൻ്റെയാണ്. അങ്ങനെ 1-2 ഐറ്റം പച്ചക്കറിയൊക്കെ വാങ്ങിച്ചേട്ടാ. കുറച്ച് പയറും കോവയ്ക്കായും അതൊക്കെ വാങ്ങിച്ച്, പിന്നെ അച്ചാർ കണ്ടാൽ നമ്മൾ വിടത്തില്ലല്ലോ. അങ്ങനെ ഇതിൽ നിന്ന് ഒരു അച്ചാറും എടുത്ത്. സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഉണക്കച്ചെമ്മീനും മാങ്ങായും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അച്ചാറായിരുന്നു കേട്ടോ. ഷിനാജിന് ഇഷ്ടപ്പെട്ട്, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അതേ നമ്മൾ പോണ വഴി പിന്നെ കുറച്ച് ചിക്കനും കൂടെ വാങ്ങിച്ചു. അപ്പോഴാണ് നമ്മുടെ മിക്സിയുടെ ജാറ് കംപ്ലൈൻ്റ് ആയിട്ട് ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിയില്ലല്ലോ എന്ന് ഓർമ്മ വന്ന് വേഗം അത് പോയി വാങ്ങിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ നമ്മുടെ ഒരു കസിൻ്റെ വീട്ടിൽ കയറി. ഷിനാജിൻ്റെ കുട്ടിക്കാലം മുതലേ ഉള്ള നല്ല കട്ട ഫ്രണ്ട്സാണ് ഇവർ. കസിൻസ് വേണമെന്നാൽ നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ ആൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് ആളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കയറിയതാണ്. അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. പിന്നെ ഞങ്ങൾ വന്ന് കയറിയെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മഴ പെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് വൈകുന്നേരത്തേക്കൊന്നും കുക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം നമ്മുടെ കിച്ചൺ പുറത്താണല്ലോ, നല്ല കാറ്റുമഴയായിരുന്നു. മഴ കുറച്ച് കുറഞ്ഞെന്ന് കണ്ടപ്പോഴത്തേക്കും അപ്പം തന്നെ ഏകദേശം ഒരു 9 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡ് എന്തായാലും പുറത്തുനിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഷിനാജും കൂടെ പോയി. എന്നെ കൊണ്ടുപോയത് ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കണമല്ലോ, അതുകൊണ്ടാണ് ഞാനും കൂടെ പോയത്. തിരിച്ചു വരുന്ന വഴി കടയിൽ കയറിയിട്ട് നമുക്ക് രാവിലത്തേക്കുള്ള ദോശമാവൊക്കെ വാങ്ങി. ഞാൻ അവിടുന്ന് ഈ ഒരു സാധനം കൂടെ കഴിച്ചിട്ട് വേഗം വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കിയാട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിച്ചത്. 2 പൊതിയിലൊന്നും ആക്കാൻ നിന്നില്ല, ഒറ്റ പൊതിയിൽ തന്നെ വാങ്ങിച്ചത്. ഞങ്ങൾ 2 പേരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ ബിരിയാണി. പിന്നെ ഇങ്ങനെ ഒരേ പൊതിയിലിരുന്ന് കഴിക്കുമ്പം ഒരു പ്രത്യേക ഫീലാണ്.